Strike. ആവി വറക്കുന്നു. ആഹാ, നല്ല മണമല്ലോ. കൊള്ളാട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസൂൺസ് വൺസ് അഗൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചെറുമീനും വരലൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അതിനുശേഷം നമുക്കത് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേ ആദ്യത്തെ മീൻ അൻവറിനായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചധികം ദൂരെയായിരുന്നു, അതുകൊണ്ട് സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നല്ല അടിപൊളി ചെറുമീൻ. ആഹാ, അടിപൊളി കിടലമീനല്ലേ. കിലോ ഉണ്ട്. Follow. See? Just. See? Just. വലിയ ഒമ്പോ അതടി വീട്ടിലാണോ ഉണ്ടോ? ഫ്രൈക്ക് ഞാൻ തേച്ചോ. ഞാൻ തേച്ചോണ്ട് പറഞ്ഞില്ല, അവിടെ നിന്ന് മീൻ അടിക്കുന്നു പറഞ്ഞില്ലേ. പോയോ? ആ മീനും പോയോ? ആ മീനടിച്ചോ? എനിക്കറിഞ്ഞ അടിയെന്ന് തോന്നിയാണല്ലോ. നല്ല മീനാണല്ലോ. വരാലോ, ഇഡില്ല വരാല്. എന്നാ ഹെവി വരാൻ നോക്കി. അമ്പോ, കിട്ടില്ലൻ വരാൽ. അടിപൊളി. കിട്ടില്ല വരാല. പൊളി പൊളി പൊളി. നീല കളർ ക്രോസ് അടിപൊളി. എന്തായാലും ചീറ്റോ, ലൂക്കാനയുടെ ചീറ്റോ ഫ്രോഗിൽ അടിപൊളി. അപ്പോൾ നമ്മൾ അവിടെ എറിയാൻ പോയിട്ടേ, അവിടെ വേറൊരു സൈറ്റിലായിരുന്നു അപ്പുറം. അവിടെ എറിയാൻ പോയിട്ട് അവിടെ മീന് 1-2 അടിയൊക്കെ കിട്ടി. കുറേ 3-4 അടി കിട്ടിയായിരുന്നു അല്ലേ? 3 അടി കിട്ടിയായിരുന്നു. എന്നിട്ട് ഒരെണ്ണം കയറി. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഒരെണ്ണം കയറി. നമ്മൾ പുതിയ സ്പോട്ടിൽ വന്നേക്കുവാണ്. അവിടെ ആണെങ്കിൽ ഭയങ്കര വെയിൽ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ചെറിയൊരു തണലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് മരങ്ങളുള്ളതല്ലേ. ഇത് കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്തായാലും കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അൻവർ വന്ന് എറിഞ്ഞ പാടെ പറഞ്ഞ് അടിച്ചു. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്ത് നിന്ന് പിടിച്ച വരാലും ചേറും, അതിനകത്ത് ചെറുമീനിനെ മാത്രം നമ്മൾ പൊക്കി എടുത്തിട്ട് നേരെ കമ്പിളിയാണ്ടത്തേക്ക് കൊണ്ടുവന്നു. 3-4 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുണ്ടാകുന്ന വരാലൊക്കെ എങ്ങനെയൊക്കെയോ ചിലവായി പോയി. എന്തായാലും ഒരു ചെറുമീനിനെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ കമ്പിളിയാണ്ടത്ത് കൊണ്ടുവന്നു. നമ്മൾ ഇവിടെ വെച്ചിട്ട് അവനെ ഒന്ന് പൊള്ളിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ഓൾറെഡി നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ആ വരാലിന് ഏകദേശം പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഉപ്പ് കൊടുക്കാം.
അധികം സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അടുത്തത് മുളക് പൊടി കുറച്ച് ചേർക്കാം. ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ ഇവിടുന്ന് പൊടിപ്പിച്ചെടുത്ത കേട്ടോ. ഇനി നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ അത് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ, മേടിച്ചതാണ്. എന്നിട്ട് നമ്മളൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് പിടിച്ച നമ്മുടെ ചേറ് വരാൽ. അപ്പോൾ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത ചേറ് മീനിനെ നമ്മൾ മസാല ഫില്ല് ചെയ്യാം കേട്ടോ അതിലേക്ക്. ഓക്കെ, വയറ്റിലൊക്കെ ശരിക്കും നമുക്ക് അതിൻ്റെ മസാല ക്ലിയർ ആയിട്ട് കഴിച്ചു പിടിപ്പിക്കാം. അപ്പോൾ തങ്കൻ നമ്മുടെ കലാപരിപാടിക്ക് ലൈറ്റ് അപ്പ് ചെയ്യാൻ പോവാണ്. ലൈറ്റ് ഓൺ. അതും കത്തട്ടെ. വാവ്. അപ്പോൾ പാത്രം വെക്കാം കേട്ടോ. കുക്ക് ചെയ്യാൻ മീൻ വറക്കണം ഫസ്റ്റ്. മീൻ നമ്മൾ എണ്ണയിലേക്ക് വെക്കുകയാണ്. ഇതിനകത്ത് കൊള്ളുമെന്ന് വിചാരിക്കാം. നമുക്ക് ചെറുമീൻ ഇച്ചിരി വലുതാണ്, പാത്രം ചെറുതാണെന്നല്ല പ്രശ്നം. ചെറുമീൻ ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് എണ്ണയൊക്കെ കോരി ഒഴിച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളതൊന്ന് മാറ്റിയിട്ട് ചൂടാറുന്നിടത്തേക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് മസാലകളെല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, തട്ടാതിരുന്നാൽ മതി. താഴെ പോയാൽ അതൊരു കണ്ടന്റ്. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കാൻ പോവാണ്. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ മസാലകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനോട് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് കാട്ടിയത് കിട്ടിയതാണ്. അവനിങ്ങനെ വന്ന് കൂടിയതാ അവിടെ. അവനെ നമ്മൾ കളയാൻ തോന്നിയില്ല. മസാലയ്ക്കുള്ള മുളക് പൊടി നമ്മൾ ഇടുക കേട്ടോ. ഇച്ചിരി മുളക് കൂടുതൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കുറച്ച് മഞ്ഞൾ പൊടി കേട്ടോ, കുരുമുളക് പൊടി കേട്ടോ. ഇത് റെഡിയാക്കിയിട്ട് നമുക്കിനി ഫിഷിൽ അപ്ലൈ ചെയ്തിട്ട് നേരെ നമുക്ക് സുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല റെഡിയാക്കിയിട്ട് ഇത് സാധാരണ രീതിയിൽ നമ്മൾ പാത്രത്തിൽ പൊളിക്കുന്ന പോലെ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് വാഴയിലേക്കകത്ത് സെറ്റ് ചെയ്തതിനു ശേഷം ഫോയിൽ പേപ്പറിൽ പോയിട്ട് ഫോയിൽ പേപ്പർ നമ്മൾ നേരെ തീക്കകത്തേക്ക് ഇട്ട് ചുട്ടെടുക്കുക. അത്ര തന്നെ, അങ്ങനെയാണ് ചെയ്യുക. നോക്കാം എന്താവും നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് പുളിയുടെ വെള്ളം കൂടി ഒഴിക്കുകയാണ് കേട്ടോ. കുടംപുളി ഉരുക്കിയത് അതൊക്കെ കൂടി തിളച്ച് പറ്റിക്കോട്ടെ. അപ്പോൾ നമ്മൾ മസാല സെറ്റ് ചെയ്ത് മീനിനെ ഫോയിൽ ചെയ്യാൻ പോവാം കേട്ടോ. അങ്ങനെ മസാലകളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫോയിൽ ചെയ്തിട്ട് ഇതിനെ ശരിക്കും ഒന്ന് പൊതിഞ്ഞ് ഫോയിൽ ചെയ്ത് അടുപ്പിൽ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതിനെ ഫുള്ളങ്ങ് പൊതിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൗണ്ട് ഫോയിൽ പേപ്പറിൽ പൊതിയാം അല്ലേ. ഇത് മതിയില്ലേ? ഇത്ര ഫസ്റ്റ് ഇതിനകത്ത് ശരിക്കും പയ്യൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും പൊതിയാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി ചേറ് വരാലിനെ നമ്മൾ നേരെ കനലിലേക്ക് വെക്കുവാണ്. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് നിന്ന് വന്ന മീൻ കമ്പിളി കണ്ടത്ത്. ഇതെനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി. ചുട്ടെടുക്കുന്നത്, തീക്കാത്തിട്ട് ചുട്ടെടുക്കുന്നത്, അതായത് പൊള്ളിച്ചെടുക്കുന്നത്. എന്താവുന്നുള്ളത് വരുമ്പോലെ കാണാം. ഏകദേശം ആയിട്ടുണ്ടാവായിരിക്കും അല്ലേ? എടുത്താലോ? അയച്ചു നോക്കാം. നല്ല ചൂടാട്ടോ. അവനും കൊടുത്തു നോക്കാം, അവനെന്താ അഭിപ്രായം പറയണമെന്ന് നോക്കാം. പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒടുക്കത്തെ ചൂടാ. സോനിക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഞാൻ മസാല കൂടെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. മസാലയൊക്കെ ശരിയായിട്ടുണ്ടല്ലേ? മസാല കഴിച്ചിരിക്കും. മസാല കൂട്ടി കഴിക്കണം. അടിപൊളിയാ. മസാല ഇല്ലാതെ കഴിക്കണ്ട, മസാല കൂട്ടി കഴിക്കുമ്പോൾ കറക്റ്റ് ഫ്ലേവർ കിട്ടണം. അടിപൊളി. മീൻ തന്നെ ആദ്യം കഴിച്ചു നോക്കാം അല്ലേ? കൊള്ളാട്ടോ. ആ പൊടിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടിയിട്ട് ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ കഴിച്ചു തീർത്തിട്ട്. കൊള്ളാം. എന്നായിട്ട് കയ്യിലല്ലേ ഇരിക്കണ, കൊതിക്കണ എന്തിനാ തിന്നാൻ പാടില്ല. കഴിച്ചിട്ട് മാറ. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പറാ, കൊള്ളാം. അടിപൊളി. എന്തായാലും അതുകൊണ്ട് ചുട്ടുകൂടെ ചെയ്തിട്ട് കൊള്ളാം, വെറൈറ്റിയാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നല്ല
ഓക്കെ. എങ്ങനെയുണ്ട് നോക്ക്, കൊള്ളാമോ? ആണ്ടാ